നിലമ്പൂരിൽ മത്സര ചിത്രം മുറുകുമ്പോൾ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ UDF ക്യാമ്പ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന KC വേണുഗോപാലിന്റെ ആരോപണം മറികടക്കാനാകാതെ UDF നേതൃത്വം. മുതിർന്ന നേതാക്കളടക്കം KC വേണുഗോപാലെ ന്യായീകരിച്ച് രംഗത്തെത്തുമ്പോഴും വിവാദം മറികടക്കാൻ നേതൃത്വത്തിനാകുന്നില്ല. നിർഭൻ ചേരുകയാണ് നിലമ്പൂരിൽ നിന്നും. നിർഭനി സൂചിപ്പിച്ചത് തന്നെ വലിയ പ്രതിസന്ധിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും UDF നേരിടുന്നത്. മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളുണ്ട്. PV അൻവർ ഓരോ ദിവസവും ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിലെ KC വേണുഗോപാലിന്റെ പ്രതികരണമുണ്ട്. അത്തരത്തിൽ വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, അല്ലേ നിർഭൻ? അതിന് നിലമ്പൂരിലെ മത്സര ചിത്രം മുറുകുകയാണ്. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ വളരെ സജീവമായി, ഒപ്പം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരസ്പരം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും UDFനെ പ്രതിസന്ധിയിലാക്കിയത് KC വേണുഗോപാൽ നടത്തിയ പെൻഷൻ, ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് നൽകുന്ന വോട്ടിന് വേണ്ടിയുള്ള കൈക്കൂലിയാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ്. അതിനെതിരെ വലിയ തരത്തിലുള്ള ജനവികാരം നിലമ്പൂർ മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ച് LDF വലിയ തരത്തിലുള്ള ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോയി. മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനായി UDFിൻ്റെ നേതാക്കൾ മറുപടി പറയണമെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വ്യക്തമായി UDFിൻ്റെ സ്ഥാനാർത്ഥി അല്പം മുമ്പാണ് അദ്ദേഹത്തിന് വ്യക്തമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ KC വേണുഗോപാലിനെ ന്യായീകരിക്കുന്ന മറുപടി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒപ്പം തന്നെ പാലക്കാടും ഒക്കെ ഇത് കണ്ടതാണ് എന്ന നിലപാടാണ് ആര്യാടൻ ഷൗക്കത്ത് അല്പം മുമ്പ് സ്വീകരിച്ചത്. ഭരണം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാടൊക്കെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ജനങ്ങൾ കൊടുത്ത മറുപടി നമ്മൾ കണ്ടതാണ്. അതായത് KC വേണുഗോപാൽ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കാൻ നൽകുന്ന കൈക്കൂലിയാണ് എന്ന നിലപാട് തന്നെ സ്ഥാനാർത്ഥിയും സ്വീകരിക്കുന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതേ ആരോപണത്തെ പൂർണ്ണമായി ന്യായീകരിക്കുക മാത്രമല്ല, KC വേണുഗോപാൽ ന്യായീകരിക്കുകയും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കൾ വിശദീകരിച്ചപ്പോൾ ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സൗജന്യമായി റേഷൻ 10 കിലോ അരി വീതം കൊടുക്കുന്നു, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതല്ലേ എന്നതായിരുന്നു രമേശ് ചെന്നിത്തല ആരോപണമായി പറഞ്ഞത്. അതുകൊണ്ട് ഇത് കൂടുതൽ ന്യായീകരിക്കുമ്പോഴും കൂടുതൽ UDF ഇക്കാര്യത്തിൽ വഷളാകുന്നു എന്ന കാര്യം വ്യക്തമാണ്. മറുഭാഗത്ത് PV അൻവർ ശക്തമായി UDFിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ നിരവധി ആരോപണങ്ങൾ, വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ആര്യാടൻ ഷൗക്കത്തിനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നമ്മൾ കണ്ടപ്പോഴും ആര്യാടൻ ഷൗക്കത്തിനോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ താങ്കൾ തന്നെ മറുപടി പറയേണ്ട കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ല എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തനിക്കെതിരെ വരുന്ന വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളല്ല, അതല്ല എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന മറുപടിയാണ് ആര്യാടൻ ഷൗക്കത്ത് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് ഒന്ന് ലീഗിന് തന്നെ അതൃപ്തിയുള്ള നിരവധി പാണക്കാട് തങ്ങൾ കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ആരോപണമുണ്ട്. അൻവർ ഉന്നയിക്കുന്ന അഴിമതി ആരോപണമുണ്ട്. നിലമ്പൂർ പാട്ടുത്സവം നടത്തി ലക്ഷങ്ങൾ പിരിച്ചെടുക്കുന്ന നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഒപ്പമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ VV പ്രകാശിൻ്റെ മരണ ദിവസം അവിടെ പോയി മരണം പോലും ആസ്വദിക്കുന്നയാളായി മാറി എന്ന തരത്തിലുള്ള PV അൻവറിൻ്റെ ആരോപണമുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല നേതാക്കളുമായി ചർച്ച നടത്തി UDF വിടാൻ ആലോചിച്ചിരുന്നു. ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ആരോപണമുള്ളപ്പോഴും അതിന് മറുപടി പറയാൻ UDFിൻ്റെ നേതാക്കൾ കഴിയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൺവെൻഷനടക്കം പ്രധാനപ്പെട്ട തങ്ങൾ കുടുംബം വിട്ടുനിന്നത്, മുതിർന്ന നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത്, ഒപ്പം തന്നെ ലീഗിനകത്തുള്ള അതിർത്തി, ഇത്തരം വിഷയങ്ങളൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലുള്ള മറുപടികളുണ്ടാവും. ഒപ്പം തന്നെ ഇന്ന് ഈ പെൻഷൻ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് LDF വലിയ തരത്തിലുള്ള പ്രതിഷേധവും നിലമ്പൂരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ആതിര. ശരി, വ്യക്തമാണ്. നിർഭൻ ചക്രവർത്തിയാണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.